അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ അയ്യാവാളയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടുള്ള വഴിക്കാഴ്ചകളൊക്കെ ഞാൻ എനിക്ക് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇനി ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കൂടി കാണാം. കാണുന്ന ഈ ചെറിയ ഉരുട്ട് വയ്ക്കുന്ന കല്ലാട്ടോ അയ്യാവാളക്കല്ല്, അല്ലെങ്കിൽ ചൂട്ടുവാളക്കല്ലെന്ന് പറയും. നമ്മൾ അവിടെയാണ് ചെല്ലേണ്ടത്. ഇപ്പോൾ ഒരു ഇവിടുന്ന് അവിടെ വരെ ചെന്നാൽ മതി, കുറച്ച് ദൂരമാണ്. അപ്പം നമ്മൾ എൻ്റെ ഈ ദൂരെ കാണുന്ന ആ മലകൾ താണ്ടി കേട്ടോ നമ്മൾ ഇവിടം വരെ എത്തിയേക്കുന്നത്. ഏതായാലും ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. ഒരു രക്ഷയില്ല, എത്ര ഭംഗിയാണെന്നറിയാമോ ഇവിടെയൊക്കെ കാണാൻ. ഈ കണ്ണെത്താ ദൂരത്തോളമുള്ള പർവ്വതനിരകൾ കാണാൻ എന്തൊരു ഭംഗിയാലേ. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുക. അയ്യവാള അല്ലെങ്കിൽ ചൂട്ടുവാള കല്ലിൻ്റെ അടുത്ത് എത്തിയിരിക്കുക കേട്ടോ. ഒരു ഞെട്ടിക്കുന്ന കാഴ്ച. ഇതാണ് കല്ല്. നമ്മുടെ കൂടെ വന്ന ബാബുച്ചേട്ടൻ അവിടെ ഭയങ്കര ഷൂട്ടിങ്ങാണ്. അല്ലാതെ കിട്ടിയോ? ഇതൊരു അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ്. നോക്കി ഈ ചൂട്ടുവാളക്കല്ല്, ഇതിൻ്റെ അടിയിലൊക്കെ ആൾക്കാർക്ക് കയറി ഇരിക്കാൻ പാകത്തിനൊക്കെ ഇത്ര ഭംഗിയുള്ള സ്ഥലമാണ്. ആ മരത്തെ ചാരി ഇരിക്കും കല്ല്. അതല്ല ഇതേ 2 കല്ല് ഉമ്മ വെച്ചിരിക്കുന്ന നോക്കി ഉണ്ടോ. ഇവിടെ അതിൻ്റെ അകത്ത് കയറിയിരുന്ന ആൾക്കാർക്ക് കയറിയിരിക്കാം കേട്ടോ. അതിൻ്റെ അകത്ത് മഴ പെയ്താലും കയറിയിരുന്ന ഒരു തുള്ളി വെള്ളം വീഴില്ല. അത്ര നല്ല അടിപൊളിയായിട്ട് അത് ഉമ്മ വെച്ചിരിക്കുന്ന കല്ല്. നമ്മുടെ ഇങ്ങോട്ടുള്ള വഴിക്കെല്ലാം നമുക്ക് നല്ല മഴയായിരുന്നു കേട്ടോ കിട്ടിയത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി കാലാവസ്ഥ, നല്ല സുന്ദരമായ കാലാവസ്ഥയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാട്ടോ നമ്മുടെ ചൂട്ടുവാളക്കല്ല്, അല്ല അയ്യാവാള. അതുപോലെ ഇത് ചരിത്രങ്ങളുള്ള ഒരു കല്ല. ഇതിന് കഥകളൊക്കെ ഉണ്ട്. ഈ കല്ലുകൾക്ക് അനേകം കഥകൾ പറയാനുണ്ട് ഇവിടെ. അപ്പോൾ ആ കഥകളൊക്കെ നമുക്ക് കേൾക്കാം. ഈ യാത്രയൊന്നും ജീവനുള്ള കാലത്തോളം എനിക്കൊന്നും മറക്കാൻ പറ്റില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഈ മരങ്ങൾക്കിടയിലൂടെയും പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കയറി ഇത്രയും ദൂരം നടന്ന് നമ്മൾ ഇവിടെ വന്നപ്പോഴുള്ള കാഴ്ചകളും പിന്നെ നമ്മൾ താണ്ടി വന്ന ആ മലകളും കുന്നിൻ ചെരുവുകളൊക്കെ ഒരു കാലത്തും മറക്കാൻ പറ്റൂല. അത്ര നല്ല കാഴ്ചകളാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കല്ലിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി പോകുകയാണോ. അപ്പോൾ അതിൻ്റെ സ്പേസൊക്കെ നമുക്ക് നോക്കാം. എന്തോ വഴിക്കുണ്ടല്ലോ, പന്നി പോകുന്നതാണോ എലി പോകുന്നതാണോ? ഇല്ല, വിശാലമായ ഷോറൂം ആട്ടോ. അയ്യപ്പാസിന്റെ മറ്റേ പോലെ അർദ്ധയ്ക്ക് വരെ അതിവിശാലമായ ഷോറൂമാണ്. ഇതിനകത്തൊക്കെ ആൾക്കാർ വന്ന് ഇരിക്കാൻ നല്ല സുഖമാക്കണം. നല്ല കുളിക്കോ. അതിന്റെ മുമ്പിൽ പോയി നോക്കാം. അല്ല, പാമ്പൊക്കെ കാണുമോ? അടിപൊളി. അപ്പുറത്തേക്ക് പോകണം. അപ്പുറത്തേക്ക് വലിയ താത്തമാണോ തോന്നുന്നത്. ഇതൊക്കെ കഥകളുള്ളതാട്ടോ. ഈ കല്ലിന്റെ ഈ
ഈ രണ്ട് കല്ലിന്റെ ഇടഭാഗത്തിന് ആ കഥകൾ ഞാൻ പറയാം. ഒറ്റ പാറയായിരുന്നു തോന്നട്ടോ, ഇത് രണ്ടായിട്ട് പിളർന്ന് നിൽക്കുന്നു. നോക്കി, ഈ കാണുന്നതാണ് അയ്യവാള അല്ലെങ്കിൽ ചൂട്ടുപാളക്കല്ല് എന്ന പേരിലും ഇപ്പോൾ അറിയപ്പെടുന്നത്. ഏകദേശം 120 വർഷം മുമ്പ് ഇവിടെ ഒരു ചരിത്രം ഉണ്ട്. അതായത് പണ്ട് കാലം കുമ്പങ്കാനം എന്ന സ്ഥലത്ത് സായിപ്പിന് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അത് അക്കാലത്തൊക്കെ പിന്നെ സായിപ്പുമാരുടെ കയ്യിലായിരുന്നല്ലോ ഈ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ. അവിടെ എത്ര പണിയെടുത്താലും അവർക്ക് പൈസ കൊടുക്കുകയില്ലായിരുന്നു. അക്കാലത്ത് കൊടിയ പട്ടിണിയും അതുപോലെ അവർക്ക് എന്താ പറയുക, എത്ര പണിയെടുത്താലും ഈ അടിമകളെ പോലെ എടുത്ത് പിന്നെ പണിയെടുപ്പിക്കലായിരുന്നു അക്കാലത്ത്. ഒടുവിൽ ഒരു കുടുംബത്തിലെ 4 പേർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നത് ഈ അയ്യവാള കല്ലിൻ്റെ അടുത്താണ്. അതും ഒരു കർക്കിടക മാസത്തിൽ നല്ല മഴയും കൊടും തണുപ്പും ഒക്കെ ഉള്ള ഒരു രാത്രി ആണ് അവർ വരികയും ഈ കല്ലിൻ്റെ അടുത്താണ് അവർ അഭയം പ്രാപിച്ചത്. അവിടെ വന്നപ്പോൾ അവരെല്ലാവരും ക്ഷീണിച്ചു പോയി. 4 പേരായിരുന്നു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ 3 പേരെ ആ കല്ലിൻ്റെ അകത്തിരുത്തിയിട്ട് 4-മൻ ഭക്ഷണമോ അതുപോലെ ഈ നല്ല തണുപ്പുള്ള സമയമാണല്ലോ, അപ്പോൾ തീ കായാൻ വേണ്ടി വല്ല തീ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി അവർ പഴുക്കാക്കാനം എന്ന സ്ഥലത്തേക്ക് ആ ഒരാൾ തന്നെ നടന്നുപോയി. അവിടുന്ന് അവർക്ക് എങ്ങനെയോ ഭക്ഷണവും തീയും ഒക്കെ ലഭിച്ചിട്ടോ. അതുകൊണ്ട് തിരിച്ച് അയ്യവാളക്കല്ലിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കിയപ്പോൾ ബാക്കി 3 പേരും മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ആ പഴുക്കക്കാലത്തിന് ഭക്ഷണവും തീയും തേടി പോയ ആൾ മാത്രം അതിൽ രക്ഷപ്പെടുകയും ചെയ്തു. അന്നത്തെ കാലത്തെ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഇപ്പോൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? അടിമകളെ പോലെ പണിയെടുത്താലും നമുക്ക് ആ തൊഴിൽ ചെയ്യുന്നതിന് നയ പൈസ കൊടുക്കാതെ നമ്മളെ ചോര നീരാക്കി അവർ ഊറ്റിയെടുത്തുകൊണ്ടിരുന്നു. ഈ അയ്യവാളയുടെ ചരിത്രവും പറഞ്ഞ് ഒരു നാടകമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഈ റേഡിയോ നാടകോത്സവത്തിലൊക്കെ അത് അവതരിപ്പിച്ചതായും അത് റേഡിയോയിൽ കൂടി സംപ്രേഷണം ചെയ്തതായൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആരെങ്കിലും അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എടാ, ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ മേടിച്ച പെറോട്ടയും മുട്ടയൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങളൊരു 4-5 കിലോമീറ്റർ നടന്ന് 4-5 കിലോമീറ്റർ മേളിൽ നടന്നിട്ടുണ്ട് കേട്ടോ. നടന്ന് ഇവിടെ വന്ന് ഇതെല്ലാം കഴിക്കുന്ന നോക്കി, ഇവിടെ ഇരിക്കുന്നു, നല്ല തട്ടി വിടുക. ഈ ഇരിക്കുന്നു, ഇത് വേറെ ഒന്നും തോന്നരുത്, അത് മദ്യമല്ല, കട്ടൻ ചായയാണ്. ഇനി ചോദിച്ചാൽ തരൂലാട്ടെ, തീരുവാ. ഈ കല്ലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കാൻ നേരത്ത് നമുക്ക് അടിപൊളിയായിട്ട് മൂലമറ്റം കാണാം കേട്ടോ. മൂലമറ്റം ടൗണും പിന്നെ അതിൻ്റെ മൂലാറ്റ പർവ്വതത്തിൻ്റെ സ്വിച്ച്യാർഡ്, അശോക, പിന്നെ അറക്കുളം കാണുന്ന കേട്ടോ. ഈ ചെറിയ ആ മലഞ്ചെരുവ് കണ്ടോ, ചെറിയ അത് അറക്കുളം കോളേജും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുണ്ടോ, പുത്തേടുന്ന് കയറി വരുന്ന വഴിയാണ് ഇത്. അയ്യാവാളയ്ക്ക് ജീപ്പ് റോഡാണ്. അപ്പം ഞാൻ എനിക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ വഴി അവിടെ വരുന്നതൊക്കെ ഞാൻ ആ വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കല്ലിൽ ഇങ്ങോട്ട് കയറി വന്ന ഓരോ വഴിയും ഞാൻ ഈ ഒറ്റ വീഡിയോയിൽ ഞാൻ കാണിക്കാം. അതുപോലെ ഈ കാണുന്ന കണ്ടോ പള്ളി, ആ പള്ളി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുന്നതിന് ഒരു വഴിയുണ്ട്. ആ വഴിയിലാണ് നമ്മൾ ഈ ഇങ്ങോട്ട് കയറി പോരുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിക്കടെ കയറി പോകുന്ന കഴിഞ്ഞാൽ വേണ്ട ഒരു വെള്ളച്ചാട്ടം.
ഇത് ആനമാലി വെള്ളച്ചാട്ടം. വീഡിയോ എടുത്തായിരുന്നു. ആ ആനമാലി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് നേരെ ആ മലയിലേക്ക് കയറി, ആ തൂക്കായി കിടക്കുന്ന ആ മലയിലേക്ക്. അപ്പോൾ ഇപ്പം കണ്ടിട്ട് പേടിയാവുന്നു. എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നതിന് ആ മല തയ്യാറാവുന്നു. അത്രയും തൂക്കായിട്ട് കിടക്കുന്ന ആ ചെരുവിൽ കൂടിയാണ് ഞങ്ങൾ കയറി പോയത്. ആദ്യത്തെ പേരക്കല്ലിൽ നിന്ന് ഇറങ്ങി കയറി അടുത്ത മലയിലേക്ക് കയറി, ആ മലയും കയറി കേട്ടോ തൂക്കായി കിടക്കുക. അവിടെ വെച്ചാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത്. അവിടെ നിന്ന് കയറി ഇറങ്ങി കാണും വഴി കൂടി ആ കാണുന്ന ഇവിടെ ഈ കാറ്റായതുകൊണ്ട് സൗണ്ടിൽ കാറ്റായിട്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ ഇന്നത്തെ ഈ പേഴക്കലിൻ്റെയും അയ്യാവളുടെയും വീഡിയോ ഇവിടെ നിർത്തും കേട്ടോ. അതായത് നമ്മൾ വന്ന വഴികളൊക്കെ ഇതിക്ക് മുമ്പ് ഞാൻ കാണിച്ചല്ലോ. അതുകൊണ്ട് ഒറ്റ ഫ്രെയിമിലാണ് നമുക്ക് ഇടിക്കക്കല്ല്, അതുപോലെ പേഴക്കല്ല്, അതിനോടനുബന്ധിച്ച് ഞങ്ങൾ കയറി വന്ന എല്ലാ വഴികളും ഈ ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാം. അതുപോലെ എനിക്ക് ഈ നടക്കാനായിട്ട് എനിക്ക് നടക്കാൻ മടിയുള്ള ഒരു വ്യക്തിയാണോ, വണ്ടികളാണ് ഞാൻ എങ്ങോട്ട് വേണം. ഈ നടക്കാനായിട്ട് എനിക്ക് പ്രചോദനം തന്നേക്കുന്നത് ഇതിൻ്റെ നമ്മുടെ ക്യാമറ എടുത്തേക്കുന്നത് മണിക്കുട്ടൻ. ഇവരൊക്കെ നടപ്പിന് എക്സ്പേർട്ടാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇതിൽ ഇച്ചിരി കുറവുള്ളത്. അപ്പോൾ ഇവരാണ് എനിക്ക് ഈ നടക്കാൻ എനിക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നത്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.